അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 13 ശനിയാഴ്ച. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് 11ഇടത്തും NDAക്ക് 2ഇടത്തും മുന്നേറാൻ സാധിച്ചു. പഞ്ചാബിലെ ജലന്ധറിൽ AAP സ്ഥാനാർത്ഥിയും ഹിമാചൽ പ്രദേശിലെ 2 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിജയിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് മുന്നേറ്റം. ബംഗാളിലെ 4 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസും തമിഴ്നാട്ടിലെ ഏക സീറ്റിൽ DMKയുമാണ് മുന്നിൽ. ഹിമാചൽ പ്രദേശിൽ 1 സീറ്റിൽ വിജയിച്ച BJP മധ്യപ്രദേശിലെ 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ സ്വതന്ത്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ പുനരധിവാസ കേന്ദ്രത്തിൽ 11 പേർക്ക് കോളറ. നിലവിൽ രോഗം ബാധിച്ചവരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. കോളറ സ്ഥിരീകരിച്ചതോടെ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് തടയാൻ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. അതേസമയം കോളറ വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് രോഗപ്രതിരോധത്തിന് തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളിൽ ഇനി 30 രൂപയ്ക്ക് തന്നെ ചോറ് വിളമ്പാനാകും. കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്കുള്ള സബ്സിഡി അരി പുനഃസ്ഥാപിച്ചു. കുറഞ്ഞ ചെലവിൽ ഉച്ചഭക്ഷണം, അതായിരുന്നു കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ ഉദ്ദേശം. എന്നാൽ സബ്സിഡി നിരക്കിൽ അരി നൽകുന്നത് സപ്ലൈകോ നിർത്തലാക്കിയതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരുന്നു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം പ്രസംഗത്തിൽ പദ്ധതിയുടെ നാൾവഴികൾ മുഴുവൻ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതിൽ മുഖ്യമന്ത്രി സ്വയം ചെറുതായിപ്പോയി എന്നും പദ്ധതി ഹൈജാക്ക് ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ സംഖ്യയായി മാറിയെന്നും വിഴിഞ്ഞമെന്നാൽ എല്ലാവരുടെയും ഓർമ്മയിൽ ഉമ്മൻചാണ്ടിയാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടി വോട്ടുകൾ BJP വിഴുങ്ങുന്നു എന്ന CPM ആശങ്ക പിണറായിക്കില്ലെന്നും BJP മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മൻമോഹൻ സിംഗിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്ന് പിണറായി ഒന്നും പഠിച്ചിട്ടില്ലെന്നും വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയെ സ്മരിച്ച സ്പീക്കർ ഷംസീറിന്റേത് മാതൃകാപരമായ നിലപാടാണെന്നും K മുരളീധരൻ പറഞ്ഞു. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിൽ തൃശൂരിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ്. 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും കമ്പനി ഉടമകളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നിക്ഷേപകർ പറയുന്നു. കമ്പനിയുടെ ഓഫീസുകൾ പൂട്ടിയതോടെ പെരുവഴിയിലായ അവസ്ഥയിലാണ് നിക്ഷേപകർ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരക്കേറിയ സമയങ്ങളിൽ അധിക ട്രിപ്പുമായി കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ജൂലൈ 15 മുതൽ അധിക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി കൊച്ചി മെട്രോ അറിയിച്ചു. ഒരു ദിവസം 12 ട്രിപ്പുകൾ കൂടുതലായി ഉണ്ടാകും. രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിലാണ് പുതിയ ഷെഡ്യൂൾ വരുന്നത്. ഈ സമയങ്ങളിൽ 7 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തും. മേൽപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം തുടരുന്നു. ഒരു ഭാഗത്തേക്കുള്ള റോഡ് അടച്ചിട്ടാണ് കുഴികൾ അടയ്ക്കുന്നത്. ഇന്നും നാളെയും റോഡ് അടച്ചിടും. ഹൈവേയിലൂടെ തുറവൂർ നിന്ന് അരൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം മാത്രമാണ് അനുവദിക്കുക. അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരിക്കുറ്റി തൈക്കാട്ടുശ്ശേരി വഴി തിരിഞ്ഞു പോകണം. വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടത്തിവിടില്ല. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഭാഗത്ത് ശുചീകരണത്തിന് ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായി. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. കോർപ്പറേഷന്റെ താൽക്കാലിക തൊഴിലാളിയാണ്. തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരം ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് LP സ്കൂളിനടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴിയെടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സ്വർണ്ണാഭരണങ്ങളടക്കമുള്ള നിധി ശേഖരം ലഭിച്ചു. പോലീസ് തളിപ്പറമ്പ് കോടതിയിൽ നിധി ഹാജരാക്കി.
നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടീസ് തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോകുന്നത്. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണതേജ 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. എറണാകുളം വരാപ്പുഴയ്ക്കടുത്ത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കിടപ്പുമുറിയിൽ വെച്ച് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മറ്റൊരു മുറിയിൽ ഭർത്താവ് തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം വരാപ്പുഴയ്ക്ക് അടുത്ത് വഴിക്കുളങ്ങരയിൽ കൈതാരം ഗണ്ഡകർണവേളി സ്വദേശി വിദ്യാധരനാണ് ഭാര്യ വനജയെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങിമരിച്ചത്. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അനുകൂലമാണെന്ന് വിലയിരുത്തി BJP ദേശീയ നേതൃത്വം. പ്രാദേശിക പ്രശ്നങ്ങളാണ് ചില സംസ്ഥാനങ്ങളിലുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്നും ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചത് ഇതാണെന്നും തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരുന്നിട്ടും BJPക്ക് ദേശീയാടിസ്ഥാനത്തിൽ ജനപ്രീതിക്ക് ഇടിവുണ്ടായിട്ടില്ലെന്നും നേതൃത്വം വിലയിരുത്തി. മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ കാരണമാണ് അവർക്ക് അധികാരം നഷ്ടമായതെന്നും ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ BJP ശ്രദ്ധിക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാനാണെങ്കിൽ ജനങ്ങൾ BJPയെ അധികാരത്തിലെത്തിച്ചതിന് ഫലമില്ലാതാകുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. രാജ്യത്ത് സാമൂഹിക സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരാനുള്ള ഉപകരണമാണ് രാഷ്ട്രീയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നരേന്ദ്രമോദിയുടെ നിരന്തര വിമർശകനുമായ ധ്രുവ് റാട്ടിക്കെതിരെ കേസെടുത്ത് പോലീസ്. തെറ്റായ വിവരങ്ങൾ ട്വീറ്റ് ചെയ്ത് ലോക്സഭാ സ്പീക്കറുടെ മകളെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസ്. സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലി ബിർള പരീക്ഷ പോലും എഴുതാതെ UPSC പരീക്ഷയിൽ വിജയിച്ചെന്നായിരുന്നു ധ്രുവ് റാട്ടിയുടെ ട്വീറ്റ്. മഹാരാഷ്ട്ര പോലീസിന്റെ സൈബർ സെല്ലാണ് ധ്രുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ബന്ധു നൽകിയ പരാതിയിലാണ് നടപടി. അസമിൽ പ്രളയത്തിൽ കഴിഞ്ഞ ദിവസം 7 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 106-ലെത്തി. 24ഓളം ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ട്. ഇന്നലെ മരിച്ചവരിൽ ഗോവാൽപാറയിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടുന്നു. കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ 174-ലധികം വന്യമൃഗങ്ങൾ ഇതിനോടകം ചത്തിട്ടുണ്ട്. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന നൈജീരിയയിലെ സ്കൂളിൽ പരീക്ഷ നടക്കുന്നതിനിടെ കെട്ടിടം തകർന്ന് 22 വിദ്യാർത്ഥികൾ മരിച്ചു. 130ഓളം വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. നൈജീരിയയിലെ സെൻട്രൽ പ്ലാറ്റോ സംസ്ഥാനത്താണ് ഇന്നലെ അപകടമുണ്ടായത്. പരീക്ഷണ പറക്കലിനിറങ്ങിയ യാത്രാ വിമാനം തകർന്ന് വിമാനത്തിലെ ക്രൂ അംഗങ്ങളായ 3 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ മോസ്കോയിലാണ് സുഖോയ് സൂപ്പർ ജെറ്റ് വിമാനം തകർന്ന് വീണത്. കോപ്പ അമേരിക്കയിൽ 3ാം സ്ഥാനത്തിനായി നാളെ കാനഡയും ഉറുഗ്വായും ഏറ്റുമുട്ടും. അർജന്റീന കൊളംബിയ ഫൈനൽ പോരാട്ടം 15-ന് രാവിലെ 5:30-നാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.